അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ ബീച്ചിൽ പോകുന്ന ആൾക്കാരില്ലേ, അവർ പല കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. പല കാഴ്ചപ്പാട്, ആറ്റിറ്റ്യൂഡ്, നിലപാടുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം ബീച്ചിലേക്ക് പോകും. അവർക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. അവരുടെ ലക്ഷ്യം ഇതാണ്: ഒന്ന് എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം. വൈകുന്നേര സമയത്ത് കടല കുറിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉപ്പിലിട്ട നെല്ലിക്ക പോലത്തെ വസ്തുക്കളൊക്കെ വാങ്ങി ആസ്വദിച്ചുകൊണ്ട് ബീച്ചിലൂടെ അങ്ങനെ തലങ്ങും വിലങ്ങും നടക്കും. അത്രേ അവർക്ക് ലക്ഷ്യമുള്ളൂ, വേറെ ഉദ്ദേശമൊന്നുമില്ല. വേറൊരു ഭാഗം ആളുകളുണ്ട്, അവർ കുറെ കൂടി ചിന്തിക്കുന്നവരാണ്. അവർ ചൂണ്ടലുമായിട്ട് കടലിൽ പോയി ചെറിയ ചെറിയ മത്സ്യങ്ങൾ പിടിക്കും. ഇതൊരു വരുമാനം ഉദ്ദേശിക്കുന്നുണ്ട് അവർ. വേറെ ചില ആളുകൾ അതിലും കൂടുതൽ ചിന്തിക്കുന്നവരാണ്, കുറെ കൂടി ഉയർന്ന് ചിന്തിക്കുന്നവർ. അവർ ചെറിയ തോണിയിൽ പോയിട്ട് മത്തി, നത്തൽ പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ പിടിക്കും. കുറെ കൂടി ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടിൽ കടലിൽ ഇത്ര നിക്കോട്ടിൻ ഉൾഭാഗത്തേക്ക് പോയി കുറെ കൂടി വലിയ മത്സ്യങ്ങൾ പിടിക്കും. പിന്നെ അതിലും ഉയർന്ന രീതിയിൽ ഹൈ ലെവലുള്ള ആളുകളാണെങ്കിൽ കുറെ കൂടി അകലങ്ങളിൽ പോയി ടൺ കണക്കിന് ഭാരമുള്ള വലിയ വലിയ മത്സ്യങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള മത്സ്യങ്ങൾ പിടിച്ചിട്ടാണ് അവർ തിരിച്ചു വരിക. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരിക. പിന്നെ വേറെ വിഭാഗം ആളുകളുണ്ട്, ഇവരെ പോലെ ഒന്നുമല്ല ചിന്തിക്കുന്നത്. അവർ അതിലും അപ്പുറം പോയി കടലിൽ മുങ്ങി മുത്തും പവിയവും എടുത്തുകൊണ്ട് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുന്നവരുണ്ട്. നാം ഇവിടെ ഏത് കാറ്റഗറിയിൽ നിൽക്കണം? പ്രിയമുള്ളവരെ, പവിത്രമായ റജബിനെ നാം ഉപയോഗപ്പെടുത്തുന്നത് ഏത് രീതിയിലാണ്? എല്ലാവരും കടപ്പുറത്തേക്കാ പോകുന്നത്, എല്ലാവരും ബീച്ചിലേക്കാ പോകുന്നത്. ഒരേ സ്ഥലമാണ്, പക്ഷേ ഓരോരുത്തരുടെയും നിലപാട്, കാഴ്ചപ്പാട്, ചിന്താഗതി, ആറ്റിറ്റ്യൂഡ് വിവിധ രീതിയിലായതുപോലെ എല്ലാവർക്കും റജബ് മാസം സമാഗതമായി. പക്ഷെ ചില ആളുകൾ അതൊന്ന് എൻജോയ് ചെയ്യും. റജബ് 21 മധുരോ മറ്റോ ഉണ്ടാക്കിയാൽ അത് കഴിക്കും, അത്രോ അവർക്കുള്ളൂ. വേറെ നിലപാടൊന്നുമില്ല. എന്നാൽ വേറെ ചില ആളുകൾ റജബ് മാസമാണല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പ്രാർത്ഥിക്കും. മനമുരുകിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നാൽ കുറെ കൂടി ചിന്തിക്കുന്ന ആളുകൾ റജബ് മാസത്തിലെ എല്ലാ അമലിനും ഇരട്ടി 10 മടങ്ങ് പ്രതിഫലം കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റജബിൽ ചെയ്യുന്ന അമലുകളൊക്കെ വർദ്ധിപ്പിക്കുകയും തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കും. അങ്ങനെ കുറെ കൂടി ഉയർന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതിലും അപ്പുറത്തോട്ട് പോകുന്ന ആളുകൾ, അവരാണ് മുത്തും പവിയവും മരതകവും മറ്റും എടുക്കുന്ന ആളുകൾ. അവർ റജബ് 30, പിന്നീട് ശഅബാൻ 30, പിന്നീട് റമളാൻ 30, അതിനുശേഷം ശവ്വാൽ 6 ദിവസവും നോമ്പെടുത്ത് 96 നോമ്പ് കണ്ടിന്യൂ ആയി എടുക്കുന്ന ഒരു തലമുറ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയി. അവരാണ് മുത്തും പവ്യവും എടുക്കുന്നത്. എല്ലാവരും റജബ് മാസം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പക്ഷേ പലരും പല രീതിയിലാണ്. പ്രിയമുള്ളവരെ, ഈ മാസത്തിലെ നോമ്പൊക്കെ നാം എടുക്കാൻ സന്നദ്ധനാകുക. ബഹുമാനപ്പെട്ട തഅവ മൗലവി അവർ പറയുന്നത് കാണാം: നോമ്പന്ന് സുന്നത്തുണ്ട് നോമ്പന്ന് സുന്നത്തുണ്ട് ഫലവും ഏറെയാ, 60 മാസം നോമ്പ് നോറ്റത് പോലെയാ. 60 മാസം നോമ്പെടുത്ത പുണ്യമാണ് റജബ് 21 നോമ്പെടുത്താൽ എന്ന് മാനവകൾ പാടുന്നത് കാണാൻ കഴിയും ഹദീസിന്റെ വെളിച്ചത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ റജബ് മാസമാണെന്ന് മനസ്സിലാക്കുകയും മുത്തും പവിയവും വാരിക്കൂട്ടാൻ തയ്യാറാവുകയും ചെയ്യുക. നമ്മുടെ നിസ്കാരത്തിൻ്റെ എണ്ണം കൂടണം, ഖുർആൻ ഓതുന്ന പേജിൻ്റെ എണ്ണം കൂടണം, ചെല്ലുന്ന സലാത്തിൻ്റെ എണ്ണം കൂടണം, നോമ്പിൻ്റെ എണ്ണം കൂടണം. അങ്ങനെ ഇതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട്, അധികരിപ്പിച്ചുകൊണ്ട്
ഈ മാസം പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.